മക്കളെ, നമ്മൾ കാത്തിരുന്ന നീറ്റ് എക്സാമിലേക്ക് പോകാൻ ഇനി കുറച്ച് ദിവസം കൂടി മാത്രം. 1-2 ദിവസം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം ഹാളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. നമുക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്, നമ്മൾ ഡോക്ടർ ആകണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നീറ്റ് പ്രിപ്പറേഷൻ തുടങ്ങി വെച്ചിട്ടുള്ളത്. ആൻഡ് എക്സാം ഹാളിലേക്ക് കയറാൻ നേരത്ത് പല ആൾക്കാരും വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡോക്ടർ ആകുമോ ഇല്ലയോ എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞ ഒരു വർഷം സംഭവിച്ചെടുത്ത കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ള കാര്യം. നമ്മൾ ഒരു വലിയ സ്വപ്നം വെച്ചിട്ട്, ആ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് അങ്ങനെ കടന്നു പോകുന്ന ഒരു സാധനമൊന്നും അല്ല. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് അധികം ആൾക്കാരും പറയാറുള്ളത്. ഞാൻ എല്ലാ ദിവസവും കുട്ടികളോട് ചോദിക്കാറുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഡോക്ടർ ആവുന്നത്? എല്ലാവരും പറയുന്നത് എനിക്ക് സർവീസ് ചെയ്യണം, ഞാൻ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു, ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു വീണു എന്നുള്ളതിനൊരു റീസൺ കണ്ടുപിടിക്കണം എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. അതിന് വേണ്ടിയിട്ട്, അതുപോലത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു മനുഷ്യനെ സേവിക്കുക എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് തുടങ്ങി വെച്ചു. നമ്മൾ ഇതിലേക്ക് വരുന്ന സമയത്താണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത്ര സാധനങ്ങൾ പഠിക്കാനുണ്ട്, എളുപ്പത്തിൽ പഠിക്കാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മൾ തുടങ്ങുന്ന സമയത്ത് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സാധനങ്ങളൊക്കെ നേരിടാൻ തുടങ്ങി. ഫിസിക്സിന് വേണ്ട പോലെ മാർക്ക് കിട്ടുന്നില്ല, ബയോളജി കുഴപ്പമില്ല, കെമിസ്ട്രി ഓക്കെയാണ്. അതിൽ നമ്മൾ ഫിസിക്സ് കൂടുതൽ പഠിച്ചു, കെമിസ്ട്രി കൂടുതൽ പഠിച്ചു, ബയോളജി കൂടെ കൊണ്ടുപോയി നല്ലോണം സ്ട്രഗിൾ ചെയ്തു. ഓരോരോ എക്സാമിന് മാർക്ക് കുറയാൻ തുടങ്ങി. നാട്ടുകാരാദ്യം സംശയിക്കുമെന്ന് പേടിച്ചു, വീട്ടുകാരാദ്യം സംശയിക്കുമെന്ന് പേടിച്ചു. പിന്നെ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ സംശയമായി മാറി. ഈ സംശയത്തിലൊന്നും നമ്മൾ നിർന്നില്ല. നമ്മുടെ ചുറ്റും നിന്ന പല ആളുകളും പഠനം നിർത്തിപ്പോയിട്ടുണ്ടായിരുന്നു, പല ആളുകൾ വഴിയിൽ ഉപേക്ഷിച്ചു, വേറെ കോഴ്സിന് ജോയിൻ ചെയ്തു, പല തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ആ സമയത്തൊന്നും നമ്മൾ നിർത്തിയില്ല. നമ്മൾ പുതിയ വഴികൾ തേടിക്കൊണ്ടിരുന്നു. എങ്ങനെ ഈ പ്രശ്നങ്ങളെയൊക്കെ ഓവർകം ചെയ്യാം, എങ്ങനെ ഇതിനെയൊക്കെ മറികടക്കാം എന്നുള്ള രൂപത്തിൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നു. ഇതിനെ നമ്മൾ മറികടന്ന് മുന്നോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ യൂട്യൂബ് ചാനലുകൾ, ഇപ്പോൾ ഡോക്ടറുടെ യൂട്യൂബ് ചാനൽ അടക്കം നിങ്ങൾ എത്തിച്ചേർന്നത് അങ്ങനെയാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളുടെ ക്ലാസ്സുകൾ, നമ്മളുടെ ടിപ്സുകൾ, എക്സാം സ്ട്രാറ്റജീസ്, കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു റിസൾട്ടും ഇല്ലാതെ ഹാർഡായിട്ട് പരിശ്രമിച്ചു. ശരിക്കും നമ്മൾ തുടക്കത്തിൽ ഫിസിക്സിനൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല, നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്കോ നമ്മൾ വിചാരിക്കുന്ന മാർക്കിലേക്കോ എത്തില്ല. പക്ഷെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരുപാട് ദിവസങ്ങളിൽ ഉണ്ണാതെ ഉറങ്ങാതെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മളിപ്പോൾ എക്സാം ഹാളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമുക്ക് പേടിയാവാണ്, നമ്മൾ ഈ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുമല്ലോ എന്നുള്ളതാണ്. മക്കളെ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയും, നമ്മൾ അതിനു വേണ്ടിയിട്ട് ഹാർഡായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ വർക്ക്, എനർജി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും വെറുതെ ആയി പോവില്ല. നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന ഒരു സാധനമല്ലേ, വർക്ക്, എനർജി പോലത്തെ സാധനങ്ങൾ എന്താവില്ല, ഡിസ്ട്രോയിഡ് ആവില്ല. നിങ്ങൾ എനർജി സ്പെൻഡ് ചെയ്തത് നിങ്ങളുടെ തലച്ചോറിലേക്ക് പോയിട്ടുണ്ട്, നിങ്ങളുടെ ന്യൂറോണുകളുടെ ഉള്ളിലേക്ക് ആ എനർജി എത്തിയിട്ടുണ്ട്. അവിടെ പുതിയ സിനാപ്സുകൾ ഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയ മെമ്മറിയുടെ ഫങ്ഷൻസ് അവിടെ ഫോം ആയിരിക്കുന്നുണ്ട്. ആ സാധനങ്ങൾ നമുക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ റിട്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും നമുക്കത് തിരിച്ച് റിട്രൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ ഇരട്ടി കൂടുതലുള്ള കിഡിലനായിട്ടുള്ള റിസൾട്ടുകൾ വരും. ടോപ്പിൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, എക്സാമിന്, നമ്മുടെ മോക്ക് എക്സാമിന് കിട്ടുന്നതിനേക്കാൾ 150-200 മാർക്ക് അധികം വാങ്ങുന്ന കുട്ടികൾ. അതുവരെ 300 വാങ്ങി, 390 വാങ്ങി, 400 വാങ്ങിക്കൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം 550-ലേക്ക്, 600-ലേക്കും 630-ലേക്കും വരുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കും, സാർ ഈ പറയുന്നത് സത്യമാണോ എന്നുള്ളതായിരുന്നു. സാധാരണ എല്ലാ വീഡിയോൻ്റെ അടിയിൽ ചോദിക്കും, സാർ ഹോണസ്റ്റ് ആയിട്ട് പറയുന്നതാണ്. എന്നോടത് ചോദിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല, കാരണം ഞാൻ ഹോണസ്റ്റ് ആയിട്ടേ പറയാറുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും നുണ പറയേണ്ട ആവശ്യം നിങ്ങളോടില്ല. ഈ ഒരു സമയത്ത്, എക്സാമിലേക്ക് കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാർക്കും ഉറപ്പായിട്ടും പ്രോഗ്രസ് ചെയ്യും, നമുക്കും കൃത്യമായിട്ട് മാർക്ക് കിട്ടുന്നുണ്ടാവും. ഞാൻ പണിയെടുത്ത പണി എൻ്റെ ന്യൂറോണുകളുടെ ഉള്ളിൽ എൻ്റെ ഓർമ്മശക്തിയായിട്ട് അവിടെ കിടപ്പുണ്ട്. അത് ഒരിക്കലും വേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, ഒരിക്കലും എനർജീനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ചെലവഴിച്ച എൻ്റെ എനർജി അത് അവിടെ തന്നെ ഉണ്ടാവും, അത് അങ്ങോട്ട് പോവില്ല എന്നുള്ള കാര്യം നിങ്ങൾ അത് മാത്രം ഓർത്തിരുന്നാൽ മതി. നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുന്ന സാധനം നമ്മൾ പണിയെടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. വേറൊരു മോട്ടിവേഷൻ സ്പീക്കറുടെ മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കുന്നത് വഴിയിട്ട് നമുക്ക് തോന്നുന്നതാ താൽക്കാലികമായിട്ടുള്ള ഒരു അപ്പ് മാത്രമാണ്. പക്ഷെ നമ്മൾ പണിയെടുത്തിട്ടുണ്ട് എന്നുള്ള നമ്മുടെ ഒരു ബോധ്യം ഉണ്ടല്ലോ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള നമ്മുടെ ഒരു ഉറപ്പുണ്ടല്ലോ, ആ ഉറപ്പും ആ ബോധ്യവുമാണ് നമ്മുടെ ശരിയായ കോൺഫിഡൻസ് ആയിട്ട് മാറേണ്ടത്. ഈ ഒരു സമയത്ത് കോൺഫിഡൻസ് ഉണ്ടായാൽ തന്നെ, ഈ സമയത്ത് ഹാപ്പിനെസ് ഉണ്ടായാൽ തന്നെ, നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളിൽ നിറയെ പച്ചപ്പ് വരികയാണെങ്കിൽ തന്നെ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് കിട്ടും, നല്ലൊരു റിസൾട്ടിലേക്ക്, നല്ലൊരു പ്രോഗ്രസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. മക്കളെ, ഈ വരുന്ന മെയ് 5 ഞായറാഴ്ച നിങ്ങൾ 1 മണിയാവുമ്പം നമ്മൾ എക്സാം ഹാളിലേക്ക് കയറി തുടങ്ങി മുന്നോട്ട് പോയി അവിടെ ഇരുന്ന് നിങ്ങൾ
കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയുന്ന ചോദ്യങ്ങൾ ഓരോന്നായിട്ട് വരുന്ന കാര്യം നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കി. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത്, അങ്ങനെ മുന്നോട്ട് പോകുന്ന കാര്യം ആലോചിച്ച് നോക്കി. അതിനിടയിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് വന്നേക്കാം, പക്ഷെ അതൊക്കെ ഒരു വട്ടം വരച്ച് സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന കാര്യം ആലോചിച്ച് നോക്കി. ദിസ് ഈസ് പോസിബിൾ, വെരി മച്ച് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ സാധനങ്ങളോ ഒന്നും നമുക്ക് നേരിടാനും പോകുന്നില്ല. ഇനി ചിലപ്പോഴൊക്കെ ആലോചിക്കും, സാറിന് പോയേ, ഇതൊന്നും നടക്കാത്ത കാര്യമാണ്, ഇതൊന്നും ഇല്ല, ഇങ്ങനെയൊന്നും ഇല്ല, എനിക്ക് അത്ര എളുപ്പമൊന്നും ആവില്ല, ഞാനിപ്പോൾ മോക്ക് എക്സാം ഒക്കെ എഴുതുന്നതല്ലേ, എനിക്ക് പറ്റുന്നില്ല എന്നുള്ള കാര്യം. നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പഠിച്ചെടുത്ത വേറൊരു വലിയ സ്കില്ല് ഇവിടെ ഇല്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടില്ല ഈ ഒരു വർഷം കൊണ്ട്. ഈ ഒരൊറ്റ സാധനം നമുക്ക് MBBS കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? വീണ്ടും ഇതേപോലെ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യത്തിലെ ഓരോ പോയിന്റിലും, നമ്മുടെ ജീവിതത്തിലെ ഓരോരോ പോയിന്റുകളിലും പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടും ഇതുപോലെ അതിൻ്റെ പിന്നാലെ കൂടി അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. സോ മക്കളെ, നമുക്ക് ഇപ്പോഴുള്ള കാര്യം, നമ്മൾ +2 കഴിഞ്ഞ് ഒരു ഉഴപ്പിൻ്റെ പാതയിൽ, ഉഴപ്പെന്ന് പറയാൻ പറ്റില്ല, അന്ന് കാലത്ത് നമുക്കത് ഉഴപ്പാണെന്ന് നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കറിയാവുന്നത് ഇതാണ് ഹാർഡ് വർക്ക്, നമുക്ക് ഇത്ര അധികം വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത്ര അധികം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം നമുക്ക് ഇന്നറിയാം. ഇന്ന് നിൽക്കുന്ന ഈ ഒരു പാതയുണ്ടല്ലോ ഹാർഡ് വർക്കിൻ്റെ, ഈ സാധനം കണ്ടിന്യൂ ചെയ്ത് പോകുക എന്നുള്ളതാണ് MBBS കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇനി നിങ്ങൾക്ക് അഥവാ MBBS കിട്ടുന്നില്ല എന്ന് വിചാരിച്ചോ, ഒന്നും സംഭവിക്കാനില്ല മക്കളെ. നമ്മൾ ഈ ഒരു ഹാർഡ് വർക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിൽ കൊണ്ട് ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവും. എന്തിനാണ് നമ്മൾ MBBS എടുക്കുന്നത്? ഡെഫിനറ്റ്ലി ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിച്ച എന്ത് കാര്യവും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഹാർഡ് വർക്കിൻ്റെ പാത കണ്ടിന്യൂ ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ള കാര്യം. സോ ഇനിയുള്ള ഈ ഒരു കുറഞ്ഞ സമയം എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ ഉള്ള സമയം, ആ സമയത്ത് പരമാവധി പോസിറ്റീവായിട്ടിരിക്കുക, പരമാവധി ഹാപ്പി ആയിട്ടിരിക്കുക, പരമാവധി കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഡെഫിനറ്റ്ലി നീറ്റ് എക്സാമിൻ്റെ തലേ ദിവസം വൈകുന്നേരം നമ്മുടെ കരിയർ കൗൺസിലിംഗ് ക്ലിനിക്ക് നമ്മൾ വെക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ സാധനങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് ആ സാധനങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഐ തിങ്ക് ലൈക്ക് ഒരു യൂട്യൂബ് ലൈവായിട്ട് വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു സൂം ലൈവായിട്ടായിരിക്കും നമ്മൾ വെക്കുന്നുണ്ടാവുക. വളരെ കൂളായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ സാധനത്തിലേക്ക് അറ്റൻഡ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. നീറ്റ് എക്സാമിൻ്റെ അന്ന് വൈകുന്നേരം മുതൽ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മോർണിംഗ് മീറ്റിംഗ്സ് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾ, ഇതുവരെ നീറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് മറ്റ് കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. സോ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കാം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കായി പോവില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു തരികയാണ്. ആത്മാർത്ഥമായിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട് ഉള്ളെന്നാണ് പറയുന്നത്. സോ നമ്മുടെ ഹാർഡ് വർക്കുകൾ എല്ലാത്തിലും അതിൻ്റെ ശരിയായിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങൾ പറഞ്ഞു. അടുത്ത വീഡിയോയിൽ കാണാം.